എൻ്റെ കൂടെയുള്ള ചേച്ചിമാരൊന്നും കാണുന്നില്ല. അവിടെ പോയി ഈ ഫോണത്തോണ്ടി നടക്കുമ്പോൾ. ഹലോ ഗൈസ്, അങ്ങനെ കുളിച്ച് മാറ്റി ഫ്രഷ് ആയിട്ട് ഞങ്ങളൊന്ന് തൊഴാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ ഹോട്ടലിൽ ഇറങ്ങിയിട്ടുണ്ട്. അതാ കാണുന്നതായിട്ടാണ് നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലിന് തൊട്ടടുത്തായിട്ടുള്ളൊരു ടെമ്പിളാണിത്. ഈ ടെമ്പിളിൽ പ്രതിഷ്ഠ എന്ന് പറയുന്നത് പുറ്റാണുള്ളത്. നമുക്ക് പുറത്ത് നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ട്. ഒരു വലിയ പാമ്പിൻ്റെ പുറ്റാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇതിന് തൊട്ടടുത്തൊക്കെ ഒരു ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ നടന്ന് നേരെ പോവുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് മൂകാംബികയിലേക്ക് വരുന്നത്, ഫസ്റ്റ് ടൈം. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം നമ്മൾ ഇനി ദർശനം, അപ്പോൾ ദർശനത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പോകണം. കുറേ ചെരുപ്പൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ചെരുപ്പൊക്കെ തൊഴാമെന്ന ആളുടെ ചെരുപ്പൊക്കെ എവിടെയാണ് വെച്ചാൽ നമുക്ക് ഇവിടെയും വയ്ക്കാം. അവിടെ ചെരുപ്പൊക്കെ വെച്ചു. ഇങ്ങനെ നടക്കുവാണ്. ഒരു ബോർഡുണ്ട് ഇവിടെ. ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇപ്പോൾ നേരെ നടക്കാം. അത് നമുക്ക് ദർശനമാണല്ലോ വേണ്ടത് ഫസ്റ്റ്. നമുക്ക് നേരെ നടക്കാം. ചെരുപ്പൊക്കെ വെക്കാൻ കൗണ്ടറിൽ നമുക്ക് പൈസ കൊടുക്കണം കേട്ടോ. ഓരോ കാര്യങ്ങളും കണ്ടും അറിഞ്ഞും മുന്നോട്ട് പോയി നോക്കാം. ഇങ്ങനെ പാസ് ചെയ്യുന്നതിൻ്റെ സൈഡിലായിട്ട് കുറേ കടകളുണ്ട് കേട്ടോ. അതായത് ഫാൻസിയും കുട്ടികൾക്ക് കളിക്കേണ്ട സാധനങ്ങളും കയ്യിൽ കിട്ടുന്ന ചരടും അങ്ങനെ കുറേ ഉണ്ട്. കുറേ മുഖംമൂടികളുണ്ട് കേട്ടോ. കുറേ കഥകളിയുടെ മുഖംമൂടികളാണ്. ഇതാ നമ്മളെത്തി. ഉള്ളോട്ട് കിടക്കാട്ടോ. ഈ സൈഡിലാണെന്നുണ്ടെങ്കിലും കുറേ ഷോപ്പുകളുണ്ട്. ഉള്ളോട്ട് കിടക്കുന്നതിൻ്റെ കുറേ ആളുകൾ തട്ടുകളിൽ പൂവ് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. ഉള്ളോട്ട് കിടക്കുന്ന തുടങ്ങിയായിട്ടുണ്ട്. സെക്യൂരിറ്റി ചേട്ടന്മാരൊക്കെ ഉണ്ട്. മൂകാംബിക അമ്മയുടെ തെറ്റി ഒരുപാട് ശക്തിയുള്ള അമ്പലമാണ്. നമ്മൾ കറക്റ്റ് സമയത്ത് എത്തിയിട്ട് കറക്റ്റ് ദീപാരാധനയുടെ സമയത്ത് തന്നെ എത്തി. ഇപ്പോൾ ദേവിയുടെ ശീവേലി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ വലിയ ക്യൂ ഉണ്ട് ചുറ്റിയായിട്ട്. കറക്റ്റായിട്ട് പോകാനുള്ള വഴികളൊക്കെ ഉണ്ട്. അതിലൂടെ ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ പോയി നിൽക്കാൻ പറ്റും. ശിവേലിക്ക് ദേവിയുടെ ഇങ്ങനെ ചുറ്റും വലം വെക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റും. ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചുറ്റുമായിട്ട് ഓരോ മൂർത്തികൾ ഇങ്ങനെ ഓരോരുത്തരുടെ കയ്യിൽ തട്ടുകളുണ്ട് കേട്ടോ. പൂക്കളുടെ തട്ടുകളുണ്ട്. ഈ തട്ടുകൾ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ദേവിക്കുള്ള പ്രസാദമാണ്. ദേവിക്ക് നമുക്ക് നീതിക്കാനുള്ള പ്രസാദമാണ്. നമുക്ക് തട്ട് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടും. അതിൽ താമര അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. മുല്ലപ്പൂവ്, കുപ്പിവള, ചന്ദനത്തിരി, താമര അങ്ങനെ കുറച്ച് സാധനങ്ങൾ കേട്ടോ അതിൻ്റെ അകത്തുള്ളത്. ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വഴിപാട് കൂടിയാണത്. നമുക്ക് നേദിക്കുന്ന തട്ടുകൾ നമുക്ക് ദേവിക്ക് കൊടുത്തതിന് ശേഷം നമുക്ക് തിരിച്ചു തരും. ആ കുപ്പിവള നമുക്ക് സ്ത്രീകൾക്ക് ധരിക്കുകയും ചെയ്യാം ദേവിയുടെ പ്രസാദമായിട്ട്. ദൈവം സഹായിച്ച് കറക്റ്റ് സമയത്ത് നമ്മൾ അതുകൊണ്ട് നന്നായിട്ട് നമ്മൾ ഇതാണ് ദേവിയിൽ കൊണ്ടുപോവാണ്. അതൊരു ചടങ്ങാണ്. ചുറ്റും കാലം വെച്ച് പിന്നെ പഞ്ചവാദ്യം അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ചുറ്റുന്നുണ്ട്. ഒരുപാട് സമയം ക്യൂവിൽ നിന്നിട്ട് ഏകദേശം നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറാനായിട്ടുണ്ട്. ക്യൂ ഒക്കെ പകുതിയോളായി. ക്യൂവിൽ നിന്നുകൊണ്ടിരുന്ന പാട്ട് ഒരു കുഞ്ഞു കുട്ടി എൻ്റെ കൂടെ വന്നിരുന്നത്. ഞങ്ങൾ രണ്ടാളും കുറേ നേരം ഫോട്ടോസൊക്കെ ഭയങ്കര ഹാപ്പി. കുറേ ടൈം ഉണ്ടായിരുന്നല്ലോ. വെയിറ്റ് ചെയ്ത് ക്ഷമ മുഴുവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ദേവിനെ കാണാനുള്ള
മനസ്സിലുകൊണ്ട് സമാധാനമായിട്ടിരുന്നു. ഞങ്ങൾ ഹാപ്പി ആയിട്ടിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്, കണ്ട ദേവിയുടെ അകത്തേക്ക് കയറുന്നതിൻ്റെ ആ തിണ്ടിൻ്റെ ആ സൈഡിലൊക്കെ നാണയങ്ങൾ ഇങ്ങനെ തിരികെ വെച്ചിട്ടുണ്ട്. എന്താണെന്ന് ഈ കാര്യം മനസ്സിലായില്ല. കുറേ നാണയത്തുണ്ടുകളൊക്കെ 1 രൂപയുടെ 2 രൂപയുടെ ഒക്കെ ഇങ്ങനെ തിരികെ വെച്ചിട്ടുണ്ട്. മൂകാംബികയുടെ അമ്മയുടെ കറക്റ്റ് സമയത്ത്, അതായത് നട തുറക്കുന്ന സമയത്ത് നമുക്ക് എത്തി. മണി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ മനോഹരമായിട്ട് നമുക്ക് ദേവീനൊക്കെ കാണാൻ പറ്റി. എന്ത് സുന്ദരിയാണെന്നറിയോ. ഈ ലോകത്തിൽ ദേവിയുടെ അത്ര സുന്ദരമായിട്ടുള്ള വേറൊരു മുഖമില്ല, വേറെ ഒരു ലോകം വേറെ ഉണ്ടാവില്ല. ഒരു തവണയെങ്കിലും നിങ്ങളിവിടെ വന്നിരിക്കണം. ഈ കാണുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ അമ്പലത്തിൻ്റെ മുൻഭാഗമാണ്. ഇങ്ങനെയാണ് അമ്പലത്തിൻ്റെ മുൻഭാഗമൊക്കെ വരുന്നത്. രാത്രി ഇവിടെ ഭക്ഷണമുണ്ട്. ഞങ്ങൾ ഭക്ഷണമൊക്കെ വളരെ നിറയെ കഴിച്ചു. ഭക്ഷണം എന്ന് പറയാൻ പറ്റില്ല, ഇവിടുത്തെ പ്രസാദമാണിത്. നല്ല രസമുണ്ടായിരുന്നു. കറിയൊക്കെ ഭയങ്കര ലൂസ് കറിയാണെങ്കിൽ പോലും അതിലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ വയറ് നിറച്ച് എല്ലാവരും നന്നായിട്ട് കഴിച്ചു. ഈ നിപ്പ് കണ്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? കണ്ടോ, തരില്ല. ഞങ്ങളൊരു സാധനം വാങ്ങാമെന്ന് വിചാരിച്ചു. അയാൾ ഒരു നടക്കി പോകില്ല, റേറ്റ് കുറച്ച് തരില്ല എന്ന് പറഞ്ഞു. ആ എക്സ്പ്രഷനാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമല്ലോ. എവിടെ ചെന്നാലും അത് മസ്റ്റാണല്ലോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഫുള്ളും ചുറ്റി കണ്ടു. അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഇനി നമ്മൾ പോകാനുള്ള പരിപാടി നോക്കി. എക്സ്ക്യൂസ് മീ ലേഡീസ്. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ മൂകാംബികത്തെ ഭക്ഷണം? നല്ല ദർശനം കിട്ടി. സ്വർണ്ണത്തേരുണ്ട്, ദേവിന് ശിവേലി ഉണ്ട്. മൂന്ന് തവണ ശിവേലി കാണാൻ പറ്റി. ദേവീനെ കണ്ടപ്പോൾ എന്ത് തോന്നി പറഞ്ഞു? വളരെയധികം ഡീപ്പായിട്ട് അവിടുന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞു. എല്ലാം നല്ല ഭംഗിയായിട്ട് നടത്താനും പറ്റും. കറക്റ്റ് മണി അടിക്കുമ്പോൾ ഇതിൽ നട തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റില്ല. നട തുറക്കുന്നത്. പിന്നെ ലാസ്റ്റ് നമ്മൾ അവിടേക്കുള്ള ആളുകളെ എൻട്രി ചെയ്യുന്നത് നമുക്ക് ലാസ്റ്റുള്ള ദർശനമായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. സൂപ്പർ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് നടന്നപ്പോഴാണ് അവിടെ ടെമ്പിൾ കണ്ടത്. ഇത് ബാലഗണപതിയുടെ ടെമ്പിളാണ്. നമ്മുടെ ഇവിടെ മൂകാംബികയിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് അമ്പലങ്ങളും അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു അമ്പലമാട്ടോ ഇത്. പിന്നെ ഇവിടെ ആദിശങ്കരാചാര്യയുടെ മഠമുണ്ട്. അങ്ങനെ മഠത്തിൻ്റെ ഉള്ളിലേക്ക് കയറി കുറേ ഡീറ്റെയിൽസൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. അവിടെ ക്യാമറ ഒന്നും അലൗഡ് അല്ല. അങ്ങനെ പുറത്ത് കോലൊക്കെ വരച്ചിട്ടുണ്ട്. ഈ മഠത്തിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ കണ്ടത് ഒരുപാട് ഫോട്ടോസും പഴയതായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇപ്പോഴും അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എപ്പോഴും ഒരു തറവാട് തന്നെയാണ്. അവിടെ ആളുകൾ ഇപ്പോഴും ഉണ്ട്. അതിനുള്ളിലോട്ട് കിടക്കണമെങ്കിൽ അവിടെ പൈസ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വേണം കിടക്കാൻ. പക്ഷേ ഞങ്ങൾ അങ്ങോട്ട് കടന്നില്ല. പകുതി വെച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. മഠത്തിൻ്റെ മുന്നിലായിട്ട് അവർ കോലം വരച്ചിട്ടുണ്ട്. മാവിൻ്റെ ഇലയിനെ കൊണ്ട് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട് മുൻവശം. ഈ ഫോണത്തോണ്ടി നോക്കുമ്പോൾ എവിടെ പോയി നിങ്ങൾ? ഞാൻ കാണാതായിപ്പോയി നിങ്ങളെ. അപ്പത്തേക്ക് ഷൈനേച്ചി വിളിച്ച് ഇത് അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ഒരു കഷായമാണ്. ഇതിൻ്റെ പിന്നിൽ വലിയൊരു ഐതിഹ്യം തന്നെ ഉണ്ട്. ഇതൊരു ഔഷധമാണ്, അതുകൂടെ കഴിക്കാൻ പറ്റി. അങ്ങനെ ഞാനത് കഴിച്ചു. പ്രത്യേകിച്ച് ഒരു പ്രത്യേകതര ടേസ്റ്റ് ഒന്നുമില്ല, നോർമൽ ഒരു കഷായമാണ്. പക്ഷേ അതിന് വലിയൊരു ഐതിഹ്യം തന്നെ ഉണ്ട്. അപ്പം അതും കൂടെ കഴിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം തോന്നി. അങ്ങനെ ഞങ്ങൾ ചുറ്റുമുള്ള കടകളിലൊക്കെ കയറി ഫിനിഷ് ചെയ്യാണ്ടായിരുന്നു. കുറേ കടകൾ കയറാത്തതുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കയറി. അങ്ങനെ ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞ് ചുറ്റിലൂടി നടന്നൊന്ന് കണ്ടു. ഇത് കണ്ടു നിങ്ങൾ പൈക്കുട്ടിനെ നേരിട്ട് കഥ കാണുക. റോട്ടുമ്മൽ പോകുന്ന വണ്ടി അയാളാകുമ്പോൾ ഞാൻ പൊരിക്കാനാണ് വടി കൊണ്ട്. ഇത് പൊരിക്കുണ്ടേ? നല്ല പൊട്ടൊക്കെ ഉണ്ടല്ലോ. ഹലോ, നീ കുറച്ചേരം കുത്തിരിക്കുമോ? എൻ്റെ അച്ഛനതാ പോണം.
അങ്ങനെ ഞങ്ങൾ കുറച്ച് റീൽസൊക്കെ എടുത്ത് ഹാപ്പി ആയിട്ട് ഞങ്ങൾ ഇനി പോകാനുള്ള പരിപാടിയിലേക്കൊക്കെ നിൽക്കുവാണ്. ഇപ്പം ഞങ്ങളെ ചുറ്റലും കറങ്ങലൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് ഒരു ലൈവൊക്കെ പോയി ഇനി ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ്. നാളെ രാവിലെ കാണാം. ഹരിമേച്ചി വന്ന് വീണ്ടും നമ്മുടെ പ്രയാണം തുടങ്ങുമെന്ന് തീർച്ചയായിട്ടും തുടങ്ങും. നമ്മളിത് ഇതുകൊണ്ട് നിർത്താനും പോകുന്നില്ല. ഒരു ഉദ്ദേശം തുടക്കം മാത്രം. ഇതൊരു തുടക്കം മാത്രം. ഇത് ഞങ്ങളുടെ ഒരു തുടക്കം മാത്രം. അപ്പം ഞങ്ങള് നാളെ ചത്തായിട്ട് ഇറങ്ങാൻ പിന്നെ പൊടിച്ചിറങ്ങും. അപ്പം നമ്മള് റൂമിലേക്ക് പോവാണ്. അപ്പം എൻ്റെ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇറക്കുമ്പോഴത്തേക്ക് കുറച്ച് സമയം കഴിയും. അപ്പം എന്തായാലും പറയുകയാണെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. എൻ്റെ വീഡിയോ കാണുന്നവർ സ്കിപ്പ് അടിക്കാതെ കാണണം. എനിക്ക് വാച്ച് അവേഴ്സ് തീരെ കുറവാണ്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു. ബൈ ബൈ. താങ്ക് യു. ബൈ ബൈ.